വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന സ്ത്രീയുടെ 6 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്ന കേസിലെ പ്രതികളായ 2 സ്ത്രീകളെ കൂടി ഈസ്റ്റ് പോലീസ് പിടികൂടി. കഴിഞ്ഞ നവംബർ 23-നാണ് കേസിനാസ്പദമായി സംഭവം നടന്നത്. പ്രതികൾ മോഷണത്തിനായി ആലപ്പുഴയിലെ എടത്വ എന്ന സ്ഥലത്തെ പൊങ്കാലയ്ക്ക് വന്ന സമയം ഇവരെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തമിഴ്നാട് മധുര മുത്തുപ്പെട്ടി ചെട്ടിയാർ തെരുവ് സ്വദേശികളായ 34 വയസ്സുള്ള ഭഗവതി, 45 വയസ്സുള്ള രമായി എന്നിവരെയാണ് പിടികൂടിയത്. കേസിൽ 4 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇവർക്കെതിരെ സംസ്ഥാനത്തുടനീളം മോഷണ കേസുകളുണ്ടെന്നും പിടികിട്ടാപ്പുള്ളികളായിരുന്നെന്നും ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജിജോ അറിയിച്ചു. പേരാമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ യാത്രക്കാരുടെ 5 പവൻ മാല മോഷ്ടിച്ചതും ഇവരാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിൽ നിരവധി CCTVകൾ പോലീസ് പരിശോധിക്കുകയും സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുകയും ചെയ്തു. തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിബിൻ പി നായർ, സൂരജ് അജ്മൽ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ്, ശ്രീജിത്ത്, സബ് ഇൻസ്പെക്ടർ ശ്രീജ, ഷൈജ, ദുർഗ എന്നിവരാണ് ഉണ്ടായിരുന്നത്. The biggest luxurious convention center, SK Palace, grand opening 2024 ഡിസംബർ 21 വൈകിട്ട് 4 മണിക്ക് E.T. ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ SK പാലസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഡൈനിംഗ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. MP ശ്രീ ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. 16,000 സ്ക്വയർ ഫീറ്റിൽ ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക സംവിധാനത്തോടെ AC നോൺ AC ഹാൾ ഇനി നിങ്ങൾക്ക് തൊട്ടരികിൽ. ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 വധുവരന്മാർക്ക് മൂന്നാറിലേക്ക് ഫ്രീ ഹണിമൂൺ പാക്കേജ്. SK പാലസ് കൺവെൻഷൻ സെന്റർ, സിറാജ് നഗർ, എടത്തുരുത്തി, തൃശൂർ. You're watching True Line News.